ഇന്നൊരു വെട്ടിക്കൂട്ട് അച്ചാർ കാണിച്ചു തരട്ടെ ഞാൻ. വെട്ടിക്കൂട്ട് എന്ന് വെച്ചാൽ മിക്സ്ഡ് പിക്കിളാണ് കേട്ടോ. നമ്മുടെ മാങ്ങയും നാരങ്ങയും ഈന്തപ്പഴവും ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം അച്ചാർ. പക്ഷേ ഇത് ഒരു അടിപൊളി കോമ്പിനേഷനാണ് നമ്മുടെ ബിരിയാണിയുടെ ഒക്കെ കൂടെ. ബിരിയാണി എന്നില്ല, ഊണിൻ്റെ കൂടെയാണെങ്കിലും ടൊമാറ്റോ റൈസിൻ്റെ ഒക്കെ കൂടിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ നോർമലി നമ്മൾ അച്ചാർ ഇടുന്ന പോലെ തന്നെ എണ്ണയിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങളിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, അച്ചാർ പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വിനാഗിരി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അതിന് പകരമായിട്ട് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതിയാവും. നാരങ്ങയും മാങ്ങയൊക്കെ ചെല്ലുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയുള്ള അച്ചാറായിരിക്കും കേട്ടോ. അതിലേക്ക് നമ്മൾ ഈന്തപ്പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് വരട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വരണ്ട് വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റി ചേർക്കാം. ഞാനൊന്ന് ആവി കയറ്റിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, കാരണം ഇതിന് നല്ല വേവുള്ളത് കൊണ്ട്. എന്നിട്ട് അതുകൂടി ചേർത്തൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അച്ചാറിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ചെറുനാരങ്ങ. നമുക്ക് ഈ നാരങ്ങ വേണമെങ്കിൽ 2 ദിവസം മുമ്പ് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും അത് നല്ല ടെൻഡറായിട്ട് കിട്ടും. ഇല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ ആവിയിലോ ഇതൊന്ന് ചൂടേറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെൻഡറായി കിട്ടും കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ശരിക്കും ചെനച്ച മാങ്ങയാണ് നല്ലത് കേട്ടോ. പച്ചമാങ്ങ ആണെങ്കിൽ കുറച്ച് പുളി മുന്നായിരിക്കും, അലിയാനും സമയം എടുക്കും. പക്ഷേ ഈ ചെനച്ച മാങ്ങ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിലേക്ക് നമ്മൾ കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കായം പൊടി ആദ്യം ഇടണം എന്നില്ല, അവസാനം ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആവശ്യത്തിന് കായം പൊടിയും ചേർത്ത് അതിലേക്ക് ഞാനൊരു മെയിൻ സാധനം ചേർക്കുന്നുണ്ട്, നമ്മുടെ ശർക്കര പാനി കേട്ടോ. ശർക്കര പാനിയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിനാ ഒരു മധുരത്തിൻ്റെ ഒരു രുചിയും കൂടി വരിക. ഒരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുന്നത് ഈ ശർക്കര പാനി ഒഴിക്കുമ്പോഴാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ ഇച്ചിരി വലിയ പ്രോസസ്സാണെന്ന് തോന്നുമെങ്കിലും നിങ്ങളിതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സംഭവം ഭയങ്കര ഈസിയാണ് കേട്ടോ. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നതിൻ്റെ പണിയേ ഉള്ളൂ. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണേ.